ഹലോ ഗൈസ്, നമസ്കാരം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ഞാൻ ഹാറൂൺ ഗൈസ്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളെല്ലാം വാഹനങ്ങൾ ഉപയോഗിക്കുന്നവരാണ്, നമ്മളെല്ലാം വാഹനങ്ങൾ ക്ലീൻ ചെയ്യുന്ന ആളുകളാണ്. അപ്പോൾ എന്നിരുന്നാലും എല്ലാവർക്കും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആയിരിക്കും ഇതെന്ന് വിശ്വസിക്കുന്നു. എന്തായാലും കാറിന് ഉള്ളിലെ ഇതേപോലുള്ള കച്ചടകൾ അത് നമുക്ക് നോർമലി ഒരു ക്ലോത്ത് ഉപയോഗിച്ചുകൊണ്ട് നമുക്കത് ക്ലീൻ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയൊക്കെ വരാറുണ്ട്. അത് നമ്മളെല്ലാവരും നേരിട്ടൊരു കാര്യം തന്നെയാണ്. ഇങ്ങനെയുള്ള ഈ സാഹചര്യത്തിൽ ഒരു പോർട്ടബിൾ വാക്വം ക്ലീനർ ഉണ്ടായാൽ എങ്ങനെ ഉണ്ടാവും? എന്തായാലും ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഒരു കിഡിലൻ വാക്വം ക്ലീനറാണ്. എന്തായാലും വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ എന്തായാലും അൺബോക്സിങ്ങിലേക്ക് കടക്കുന്നതിന് മുമ്പ് സാധനം എന്താണെന്ന് കാണിച്ചിട്ടുണ്ട്. ഇതാണ് മുതൽ. ബേസിസ് എന്ന് പറയുന്ന കമ്പനിയുടെ ഈ ഓട്ടോ വാക്വം ക്ലീനറാണ്. C1 ക്യാപ്സ്യൂൾ വാക്വം ക്ലീനർ എന്ന് പറയും. ഇത് വാഹനങ്ങളിലും അല്ലെങ്കിൽ മറ്റു ഇപ്പോൾ നമ്മൾ ക്ലീൻ ആക്കാൻ പറ്റാത്ത എന്തെങ്കിലും സർഫസ് ഒക്കെ ഉണ്ടെങ്കിൽ അവിടെ ഉള്ള ഡസ്റ്റ് പാർട്ടിക്കിൾ നമുക്ക് വാക്വം ചെയ്തെടുക്കാൻ പറ്റുന്ന ഏറ്റവും കിഡിലൻ ഒരു സാധനം തന്നെയാണ്. ഇപ്പോൾ എല്ലാവരും നമുക്ക് സർവീസ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട്, ഇപ്പോൾ വീടുകളിൽ തന്നെ വാഹനങ്ങൾ സർവീസ് ചെയ്യുന്ന ആളുകളുണ്ടാകും. ഇൻറ്റീരിയറിലായിട്ടും അതേപോലെ തന്നെ വാഹനങ്ങൾ കഴുകുകയും അതുപോലെ തന്നെ ഇൻറ്റീരിയർ ക്ലീനിങ് ഒക്കെ ചെയ്യുന്ന ആളുകൾ വീട്ടിൽ തന്നെ നമ്മൾ ചെയ്യാറാണ്. മാക്സിമം എല്ലാവരും സർവീസ് സ്റ്റേഷനിലൊക്കെ കൊടുക്കുമെന്നുണ്ടെങ്കിലും എല്ലാവരും വാഹനങ്ങൾ വീട്ടിൽ കഴുകുന്ന ആളുകളൊക്കെയാണ്. അപ്പോൾ എന്തായാലും അങ്ങനെ ഉള്ളവർക്ക് തീർച്ചയായിട്ടും ഇത് യൂസ്ഫുൾ ആവുന്നൊരു വീഡിയോ ആണ്, അല്ലെങ്കിൽ യൂസ്ഫുൾ ആവുന്നൊരു പ്രോഡക്റ്റാണ്. ഈ വാക്വം ക്ലീനർ നമുക്ക് അൺബോക്സ് ചെയ്യാം, എന്നിട്ട് ഇതിൻ്റെ പ്രവർത്തനം എങ്ങനെയാണെന്ന് നോക്കാം. ഇത് എങ്ങനെയൊക്കെ നമുക്ക് എങ്ങനെയൊക്കെയുള്ള സർഫസിൽ നമുക്ക് യൂസ് ചെയ്യാമെന്നുള്ള കാര്യങ്ങളൊക്കെ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും വീഡിയോ മുഴുവനായിട്ട് കാണും എന്ന പ്രതീക്ഷയോടുകൂടി നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പം ബേസിസിൻ്റെ C1 ക്യാപ്സ്യൂൾ വാക്വം ക്ലീനറാണ്. ബോക്സ് കുഴപ്പമില്ല, അത്യാവശ്യം നല്ല ഒരു ഫിനിഷിംഗ് ഉള്ള ഒരു പാക്കിംഗ് തന്നെയാണ്. എന്തായാലും നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. 2 സ്റ്റിക്കർ വരുന്നുണ്ട്. അപ്പം അത് ജസ്റ്റ് ഒന്ന് അഴിച്ച് മാറ്റി വെക്കാം. ഇവിടെയും ഒരു സ്റ്റിക്കറുണ്ട്. ജസ്റ്റ് നമുക്കൊന്ന് ഓപ്പൺ ആക്കാം. കുറച്ച് ബുദ്ധിമുട്ടുണ്ട് കേട്ടോ. ജസ്റ്റ് ഒന്ന് നമുക്ക് ഓപ്പൺ ആക്കിയിട്ട് ഫസ്റ്റിൽ തന്നെ നമ്മൾ കാണുന്നത് അതിൻ്റെ ഒരു സർവീസ് മാനുവലാണ്. സർവീസ് മാനുവൽ ഫുൾ ഫിറ്റോടുകൂടി തന്നെ വെച്ചിട്ടുണ്ട്. അത് ജസ്റ്റ് നമുക്കൊന്ന് പുറത്തെടുക്കാം. യൂസർ മാനുവലാണ്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ അതിനകത്തുണ്ട്. എന്തായാലും സൈഡിലോട്ട് ഇരിക്കട്ടെ. അതിനുശേഷം ഇതാണ് നമ്മുടെ പ്രോഡക്റ്റ്. കവറിൽ പൊതിഞ്ഞ് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ജസ്റ്റ് നമുക്കൊന്ന് നോക്കാം ഒരു ഔട്ട്ലുട്ട് എങ്ങനെ ഉണ്ടെന്ന് നമുക്ക് നോക്കാം. നല്ല കളർ ഫിനിഷിംഗ് ഒക്കെ ഉണ്ട്, അടിപൊളിയാണ്. കാണുമ്പോൾ തന്നെ നല്ല രസമുണ്ട്. എന്തായാലും ബോക്സിനകത്ത് നമുക്ക് പിന്നെ എന്തൊക്കെയുണ്ടെന്ന് നോക്കാം. ഇതിപ്പോൾ സൈഡിലോട്ടൊന്ന് ഇരിക്കട്ടെ. അപ്പം ജസ്റ്റ് നമുക്ക് ആ പാഡൊന്ന് പുറത്തെടുക്കാം. പുറത്തെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു പൗച്ച് കാണാൻ പറ്റുന്നുണ്ട്. എന്ന് വെച്ചാൽ അത് നമുക്ക് വാക്വം ക്ലീനർ അതിനകത്ത് വെച്ച് വെക്കാനുള്ള ഒരു പൗച്ച്. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ളൊരു പൗച്ച് തന്നെയാണ്. കൊള്ളാം, നല്ലൊരു ക്വാളിറ്റി ഉണ്ട്. അപ്പം അതിന് ശേഷം വരുന്നത് ചെറിയ ഒന്ന് സ്റ്റിക്കേഴ്സും അതിൻ്റെ ചെറിയ പേപ്പേഴ്സും ഒക്കെയാണ്. അപ്പം ആവശ്യമുള്ളവർക്ക് എടുത്ത് വെക്കാം, വേണ്ടാത്തവർക്ക് അത് കളയാം. പിന്നീട് അതിൻ്റെ ഒരു കണക്റ്റിംഗ് ചാർജർ കേബിൾ വരുന്നുണ്ട്. ഒരു C ടൈപ്പാണ് കേട്ടോ. ഒരു ചാർജർ നമുക്കത് ഫോണിൻ്റെ ചാർജറിനകത്തൊക്കെ കണക്ട് ചെയ്യാം. 5 വാട്ട്സിൻ്റെ കേബിളിലൊക്കെ കണക്ട് ചെയ്യാം. പിന്നെ അതിൻ്റെ 2 ബ്രഷ് വരുന്നുണ്ട്. ഇതാ വാക്വത്തിൻ്റെ ഫ്രണ്ടിൽ നമുക്ക് പിടിപ്പിക്കാനുള്ളതാണ് 2. ഇതും പല സർഫസിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ചെറിയ ടൈപ്പിലുള്ളത്. പിന്നെ ഒരു എയർ വെസൽ ടൈപ്പാണ് അടുത്ത് വരുന്നത്. എയർ വെസൽ ടൈപ്പ്, അത് ജസ്റ്റ് നമുക്ക് എയർ എടുക്കാനുള്ളതും. കുഴപ്പമില്ല. എന്തായാലും നമുക്ക് ഇനി പ്രോഡക്റ്റിലേക്ക് വരാം. അപ്പോൾ ഇതിനകത്ത് എഴുതിയിട്ടുണ്ട് ഓൾറെഡി. ബേസിസ് എന്ന് പറയുന്ന കമ്പനി പേരെഴുതിയിട്ടുണ്ട്. മുകളിൽ 2 ഡ്യുവൽ കളറിലാണ് വരുന്നത്. അവിടെ ചാർജിങ് പോർട്ട് വരുന്നുണ്ട്. ചാർജിങ് പോയിൻ്റ് C ടൈപ്പാണ്. 3 ഓപ്ഷനാണുള്ളത്. ഓഫ് ഓണും അതേപോലെ വാക്കവും. അപ്പോൾ നമുക്ക് ഇത് ജസ്റ്റ് നമുക്ക് 2ആയിട്ട് ഇത് സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ജസ്റ്റ് അത് സ്പ്ലിറ്റ് ചെയ്തിട്ട് നമുക്ക് അതിനകത്ത് എന്തൊക്കെയുണ്ടെന്ന് നമുക്ക് നോക്കാം. 3 ഓപ്ഷൻ വരുന്നുണ്ട്. ഇത് നമുക്കൊന്ന് ഓപ്പൺ ആക്കാം. ജസ്റ്റ് ഒന്ന് ലെഫ്റ്റിലേക്ക് തിരിച്ചു കഴിഞ്ഞാൽ സിമ്പിളായിട്ടത് ഓപ്പണായി വരും. അപ്പോൾ അതിനകത്ത് ഒരു സൈഡിൽ ജസ്റ്റ് ഒരു മോട്ടറും ഇപ്പുറത്തെ സൈഡിൽ വരുന്നത് അതിൻ്റെ ഒരു എന്താണ് ഡയഫ്രമാണ്.
ഫിൽട്ടർ സെറ്റാണത്. ശരിക്കും അതൊരു ഫിൽട്ടറാണ്, ഫിൽട്ടർ സെറ്റ് വരുന്നുണ്ട്. അപ്പം നമുക്ക് അത് യൂസ് ചെയ്ത ഡസ്റ്റ് പാർട്ടിക്കിളൊക്കെ അതിനകത്താണ് കളക്ട് ചെയ്ത് വെക്കുന്നത്. എന്നിട്ട് അത് നമുക്ക് ഇതേപോലെ ഓപ്പൺ ആക്കിയിട്ട് അത് പുറത്ത് കളയാൻ പറ്റുന്ന ഒരു സിസ്റ്റമാണ് ഇതിനകത്തുള്ളത്. വളരെ സിമ്പിളാണ്, ഇത് യൂസർ ഫ്രണ്ട്ലി ആണ്. എന്തായാലും നമുക്കത് ഫിൽട്ടർ അതിനകത്ത് വെച്ചിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ക്ലോസ് ചെയ്ത് നോക്കാം. ജസ്റ്റ് അത് ആ ഒരു പോയിൻ്റ് ഉണ്ട്, ആ ഒരു പോയിന്റിൽ ഇട്ട് കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു ക്ലിക്ക് ചെയ്ത് ക്ലോസ് ആവും. അതിനുശേഷം അത് ഓപ്പൺ ആക്കണമെന്നുണ്ടെങ്കിൽ വീണ്ടും റൈറ്റിലേക്ക് ഒന്ന് തിരിച്ചു കഴിഞ്ഞാൽ ഓപ്പണായി, സാധനം ഓണായി. വളരെ സ്മൂത്തായിട്ടുള്ള ഒന്നും കുഴപ്പമില്ല. അത്യാവശ്യം എന്താണ് ഒരു ചെറിയ വൈബ്രേഷൻ അറിയുന്നുണ്ട്, അതാ ഇതിൻ്റെയാണ്, നല്ലതായിട്ട് ടച്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്കെന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഇത് എത്രത്തോളം വർക്കാണെന്നുള്ളത്. ഓക്കെ, ആദ്യം നമുക്കൊരു കാര്യം ചെയ്യാം, എയർ നോസിലൊന്ന് കണക്ട് ചെയ്ത് നോക്കാം. എയർ നോസിലൊന്ന് കണക്ട് ചെയ്യാൻ ബാക്ക് സൈഡിലാണ് ഒന്ന് കണക്ട് ചെയ്തിട്ട് അത് ഒന്നുകൂടെ റൈറ്റിലേക്ക് തിരിച്ചു കഴിഞ്ഞാൽ ഒരു എയറും ബാക്കിലേക്ക് തള്ളുന്ന ആ ഒരു ഇത് കിട്ടും. അത് ഊരി വെക്കാം. അടുത്ത ബ്രഷ് നമുക്ക് കണക്ട് ചെയ്യാം. അത് ഇപ്പുറത്തെ സൈഡിലാണ് കണക്ട് ചെയ്യുന്നത്. ഇത് വാക്വമാണ്, ശരിക്കും ഇത് വാക്വത്തിന് വേണ്ടിയുള്ളതാണ്. അതുകൊണ്ട് ബ്രഷ് കൊണ്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് എന്താണ് സർഫസ് ഒന്ന് ക്ലീൻ ആക്കിയിട്ട് നമുക്കത് വാക്വം ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, അപ്പം ജസ്റ്റ് ഇങ്ങനെ നമുക്ക് ആ ഒരു പൊസിഷനിൽ നമുക്ക് വാക്വം ചെയ്തെടുക്കാൻ പറ്റും. പിന്നീട് ചെറിയൊരു ബ്രഷ് കൂടെ വരുന്നുണ്ടല്ലോ, നമുക്ക് ഇതിനകത്ത് നമുക്ക് ലെങ്ത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും കേട്ടോ. അത് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ. അതിനുശേഷം ബ്രഷ് വേണ്ടാന്നുണ്ടെങ്കിൽ അത് ജസ്റ്റ് നമുക്ക് അകത്തേക്ക് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അല്ലാതെ തന്നെ യൂസ് ചെയ്യാം കേട്ടോ. നോർമൽ വാക്വത്തിൽ നമുക്ക് വാക്വം ചെയ്തെടുക്കാൻ പറ്റും. അത് എല്ലാ സർഫസിലും നമുക്ക് ഓരോ സർഫസ് ഏരിയ വ്യത്യാസം വരുന്നതനുസരിച്ച് നമുക്ക് ഓരോന്ന് മാറ്റി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പം ഈ ഒരു ബ്രഷ് ടൈപ്പ് വരുന്നതും ഇതും ജസ്റ്റ് അങ്ങനെ തന്നെയാണ്, ആ ഒരു ഫേസിലേക്ക് തന്നെ മൗണ്ട് ചെയ്ത് വെക്കുക. അപ്പോൾ അതിനുശേഷം എവിടെയാണോ ഡസ്റ്റ് പാർട്ടിക്കിളുള്ള അവിടേക്ക് നമ്മളത് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ എന്തായാലും ഇത് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നതെന്നുള്ളത് ഞാൻ എന്തായാലും ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താം. അപ്പോൾ നമുക്ക് അങ്ങനെ ഒരു സർഫസ് നമുക്കൊന്ന് യൂസ് ചെയ്ത് നോക്കാം എത്രത്തോളം ഇത് ആപ്ലിക്കബിൾ ആണ് എന്നുള്ള കാര്യം. ഓക്കെ, അപ്പോൾ എന്തായാലും ഇത് നമുക്ക് തിരിച്ച് അതേപോലെ തന്നെ ഒന്ന് ഫില്ല് ചെയ്ത് വെക്കാം. ഇതല്ലല്ലോ, ഇത് ലാസ്റ്റാണ് വെക്കുന്നത്. ഇപ്പോൾ ഇതിന് മുകളിൽ നമുക്കൊരു പാഡ് വരുന്നുണ്ടായിരുന്നു, ആ പാഡ് എടുത്ത് വെക്കാം. അതിനുശേഷം നമ്മുടെ വാക്വം ക്ലീനറിനെ പ്ലേസ് ചെയ്തു. ഓക്കെ, അപ്പം നമുക്കെന്തായാലും ഇത് നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം, ഇത് എത്രത്തോളം സക്സസ് ആണ് എന്നുള്ളത് നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, അങ്ങനെ നമ്മളൊരു വണ്ടി കണ്ടെത്തിയിരിക്കുകയാണ് ഗൈസ്. നമുക്കറിയാം എല്ലാ വാഹനങ്ങളിലും നമ്മൾ സുപരിചിതമായി കാണുന്നതാണ്. അപ്പം ഇത് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഇത് എയർ അടിച്ച് കളയുന്നതാണ്. അപ്പോൾ അതിൻ്റെ ബാക്കിലൂടെ ഞാൻ കാണിച്ചു തന്നിട്ട് എയർ ജസ്റ്റ് നമുക്ക് ഇങ്ങനെ അടിച്ച് കളയാൻ, പൊടികളൊക്കെ അടിച്ചിങ്ങനെ വെളി കളയാൻ പറ്റും. നല്ല പവറുണ്ട്, അത്യാവശ്യം അടിപൊളിയായിട്ട് നമുക്കത് ചെയ്യാൻ പറ്റും. എല്ലാം വൃത്തിയാവുന്നുണ്ട്, നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം. ഈ ഒരു ഏരിയ കണ്ടോ, ഇത് നമുക്ക് തുണികൾ ഇട്ട് കഴിഞ്ഞാലും ഇത് ഫുള്ള് വരത്തില്ല. ഇതിപ്പോൾ നമ്മൾ ടിഷ്യൂ വെച്ചിട്ട് നമ്മൾ തുടച്ച് കഴിഞ്ഞാലും നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ടിഷ്യൂ വെച്ചിട്ട് നമ്മളിത് തുടച്ച് കഴിഞ്ഞാലും അത് ഫുള്ളായിട്ട് ക്ലീൻ ആവത്തില്ല. നനഞ്ഞ തുണി വെച്ചൊക്കെ തുടച്ചുള്ള അതിൻ്റെ സൈഡിൽ നമുക്ക് പറ്റി പിടിച്ചിരിക്കുന്നതായിട്ട് കാണാൻ പറ്റും കേട്ടോ. വീണ്ടും ഇതിപ്പോൾ നമുക്ക് ആ ഒരു ബ്രഷ് വെച്ച് കണക്ട് ചെയ്ത് ജസ്റ്റ് ഒരു റൗണ്ട് അടിച്ചു കഴിഞ്ഞാൽ എല്ലാം ഉള്ളിലേക്ക് വലിച്ചെടുത്തോളൂ. അതിനുശേഷം നിങ്ങൾ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ജസ്റ്റ് ഒരു റൗണ്ട് അടിച്ചു കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് അതിനകത്തുള്ള പൊടികളെല്ലാം വാക്വം ചെയ്ത് പുറത്തെടുക്കാൻ സാധിക്കും. അത് കേട്ടോ വളരെ ക്ലീനായിട്ടുണ്ട്, അടിപൊളിയാണ് സംഭവം, വെർത്താണ്. ഇങ്ങനെയുള്ള ചെറിയ ചെറിയ ഗ്യാപ്പൊക്കെ വരുമല്ലോ വാഹനങ്ങളിൽ, ഈ ഗ്യാപ്പിലൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതേപോലെ തന്നെ കേട്ടോ എല്ലാം വളരെ വൃത്തിയായിട്ടുള്ള ഒരു പ്രോഡക്റ്റ് തന്നെയാണ്. അപ്പോൾ എന്തായാലും അതിൻ്റെ ആ ഒരു നോസിൽ കറക്റ്റ് സൈസിൽ തന്നെയാണ്. നോക്കൂ, ഇത് അതിൻ്റെ ബാക്ക് സൈഡ് കൊണ്ട് എയർ പ്രഷർ അടിച്ച് കളയുന്നതാണ് കേട്ടോ. എന്ത് പവറിലുണ്ട് സാധനം നോക്കി, കണ്ടു കഴിഞ്ഞാൽ പറയുമോ, നല്ല സൂപ്പർ പവർ കിട്ടുന്നുണ്ട്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും കണ്ടോ, എന്ത് അടിപൊളിയായിട്ട് വൃത്തിയായിട്ടുണ്ട്.
അപ്പം മച്ചന്മാരെ വീഡിയോ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. എന്തായാലും വളരെ യൂസ്ഫുള്ളായി ഇരിക്കും എന്നെനിക്ക് വിശ്വാസമുണ്ട്. തീർച്ചയായിട്ടും വാഹനങ്ങളൊക്കെ ക്ലീൻ ചെയ്യുന്ന ആളുകൾക്ക് ഇത് വളരെ യൂസ്ഫുൾ ആവുന്ന ഒരു വീഡിയോ തന്നെയാണ്, വളരെ യൂസ്ഫുൾ ആവുന്ന ഒരു പ്രോഡക്റ്റ് തന്നെയാണ്. ഈ പ്രോഡക്റ്റ് വാങ്ങാൻ താല്പര്യമുള്ളവർ തീർച്ചയായിട്ടും ഡിസ്ക്രിപ്ഷനിലുള്ള നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക, ഒമാനിലുള്ളവർ. അപ്പം ബാക്കിയുള്ള ഓൺലൈനായിട്ട് വാങ്ങാൻ പറ്റുന്നതാണ്. ഇത് ഫ്ലിപ്കാർട്ട്, ആമസോൺ എന്നൊക്കെ പറയുന്ന ഓൺലൈൻ സൈറ്റ്സ് നമുക്ക് അവൈലബിൾ ആണ്. എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഫസ്റ്റ് ടൈം ആയിട്ടാണ് ഈ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ വീണ്ടും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റുമായിട്ട് അല്ലെങ്കിൽ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നതുവരെ ഗുഡ് ബൈ.